കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യുവതിയുടെ ഭർത്താവ് അറസ്റ്റിൽ. നോബി ലൂക്കോസിനെ തൊടുപുഴയിലെ വീട്ടിൽ നിന്നുമാണ് ഏറ്റുമാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. ബുധനാഴ്ച ഉച്ചയ്ക്ക് തൊടുപുഴയിലെ വീട്ടിലെത്തിയാണ് ഏറ്റുമാനൂർ പോലീസ് നോബി ലൂക്കോസിനെ കസ്റ്റഡിയിലെടുത്തത്. 2 മണിയോടെ സ്റ്റേഷനിലെത്തിച്ച ശേഷം വിശദമായി ചോദ്യം ചെയ്തു. ഇതിനുശേഷം 5 മണിയോടെ നോബിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ചോദ്യം ചെയ്യലിൽ ഷൈനി മരിച്ച തലേന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നതായി നോബി പോലീസിനോട് പറഞ്ഞു. പ്രകോപനപരമായ എന്തെങ്കിലും മെസ്സേജിൽ ഉണ്ടായിരുന്നോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. അതിനായി നോബിയുടെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. സാമ്പത്തിക കാര്യങ്ങളാണ് സന്ദേശത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് നോബിയുടെ മൊഴി. നിലവിൽ വാട്സാപ്പ് ചാറ്റുകൾ പൂർണ്ണമായും ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. ഇത് വീണ്ടെടുക്കാനുള്ള പരിശ്രമമാണ് പോലീസ് നടത്തുന്നത്. ഷൈനിയുടെ ഫോണും പോലീസ് കസ്റ്റഡിയിലെടുക്കും. ഇക്കഴിഞ്ഞ 9 മാസമായി ഭർത്താവുമായി പിണങ്ങി ഏറ്റുമാനൂരിലെ സ്വന്തം വീട്ടിലാണ് ഷൈനി താമസിച്ചിരുന്നത്. ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് അതിക്രൂരമായ മർദ്ദനമാണ് ഇവർക്ക് ഏൽക്കേണ്ടി വന്നത്. നോബിയും ഷൈനിയും തമ്മിലുള്ള വിവാഹമോചന കേസ് ഏറ്റുമാനൂർ കോടതിയുടെ പരിഗണനയിലാണ്. ഇതിനിടയിലാണ് ഇക്കഴിഞ്ഞ 28-ന് 2 പെൺമക്കൾക്കൊപ്പം ഷൈനി ട്രെയിന് മുന്നിൽ ചാടി മരിച്ചത്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.